നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യയ്ക്കെതിരെ ചില ആരോപണങ്ങൾ ഉയരുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സഹകരണ സ്ഥാപനങ്ങളായ കേരഫെഡിന്റെ മിൽമയുടെ ഉൽപ്പന്നങ്ങളുടെ വിദേശ വ്യാപാര കരാർ വിജ്ഞാപനമോ താൽപര്യപത്രമോ അടക്കം മത്സര പ്രക്രിയകളൊന്നുമില്ലാതെ മന്ത്രി പത്നിയുടെ കമ്പനിക്ക് നൽകിയെന്ന ആരോപണമാണ് നിലവിൽ ശക്തമാകുന്നത്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ സിഇഒ ആയ മിഡ്നൈറ്റ് സൺ ഗ്ലോബൽ എന്ന കമ്പനിക്കാണ് വഴിവിട്ട കരാർ നൽകിയിരിക്കുന്നത് എന്നതടക്കമുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കേരഫെഡ് വെളിച്ചെണ്ണ ദുബായിലും മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും വിൽക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. മൊത്ത വ്യാപാര ഏജന്റിന് വെളിച്ചെണ്ണ വിൽക്കുന്നതിന് കരാർ വിളിക്കേണ്ടതില്ല എന്നാണ് കേരഫെഡ് നൽകുന്ന ഒരു വിശദീകരണം. വിഷയത്തിൽ കേരഫെഡ് ഇത്തരത്തിലൊരു വിശദീകരണമാണ് നൽകുന്നത്. എന്നിരുന്നാലും മറ്റാരുമായി വിദേശത്ത് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് കേരഫെഡ് ഇത്തരത്തിൽ കരാർ ഉണ്ടാക്കിയിട്ടില്ല എന്നൊരു വസ്തുത കൂടി ഒരു വശത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. മത്സര പ്രക്രിയയല്ലാതെ ഒരു കമ്പനിക്ക് ഇങ്ങനെ കരാർ നൽകുന്നത് ക്രമവിരുദ്ധമാണെന്ന് ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് ആക്ഷേപം ഉയരുന്നുണ്ട്, വിമർശനം ഉയരുന്നുണ്ട്, ആരോപണം ഉയരുന്നുണ്ട്. മന്ത്രിയുടെ കുടുംബാംഗം നടത്തുന്ന കമ്പനിയുമായി കരാർ ഉണ്ടാക്കിയതിൽ അനൗചിത്യം ഉണ്ട്. അതിനെക്കുറിച്ച് വിശദീകരണമൊന്നും നൽകുന്നില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയം. മാത്രമല്ല 2025 ജനുവരി മാർച്ച് മാസങ്ങളിൽ 6 നവംബറിൽ 20 ടൺ വെളിച്ചെണ്ണയാണ് ഈ ഇടപാടിലൂടെ കയറ്റി അയക്കപ്പെട്ടത്. ഗണേഷ് കുമാറിന്റെ കുടപ്പനക്കുന്നിലെ വീടായ സിന്ദഗി KRA 144A എന്ന വിലാസത്തിലാണ് മിഡ്നൈറ്റ് സൺ ഗ്ലോബൽ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സിഇഒ ബിന്ദു മേനോൻ എന്ന് വെബ്സൈറ്റിൽ കാണിച്ചിട്ടുമുണ്ട്. കരാർ വിളിച്ചതല്ലെന്നും കമ്പനി താല്പര്യപ്പെട്ടുവെന്ന് ചർച്ചയ്ക്കൊടുവിൽ ഒപ്പിടുകയായിരുന്നുവെന്നുമാണ് മിൽമ ചെയർമാൻ KS മണി പറയുന്നത്. മാസം ഏറ്റവും കുറഞ്ഞത് 20 ലക്ഷം രൂപയുടെ നെയ്യും 5 ലക്ഷം രൂപയുടെ പാൽ ഉൽപ്പന്നങ്ങളും എടുക്കണമെന്നാണ് കരാറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല വിലയിലും ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് കേരഫെഡും ദുബായിലെ LGFMCG ട്രേഡിംഗ് LLC കമ്പനിയും മിഡ്നൈറ്റ് സൺ കമ്പനിയും തമ്മിലുള്ള കരാറിലാണ് വെളിച്ചെണ്ണയുടെ വ്യാപാരം നടക്കുന്നത്. കേരഫെഡിൽ നിന്ന് വെളിച്ചെണ്ണ വാങ്ങി ദുബായിലെ കമ്പനിക്ക് നൽകുന്നത് മിഡ്നൈറ്റ് സൺ കമ്പനിയാണ്. 2024 നവംബർ 16 കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടത് കരാർ സമയത്ത് കേരഫെഡിൽ തർക്കങ്ങളിലേക്ക് നയിച്ച കാര്യമാണ്. ഉന്നതതല സമ്മർദ്ദമുണ്ടായി. അതിനുശേഷം സാധാരണ മൊത്ത വ്യാപാരികൾക്ക് നൽകുന്ന വിലയിൽ 15% കമ്മീഷൻ കൂടി എടുക്കാമെന്ന് കേരഫെഡ് നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അങ്ങനെ അത് കരാറാവുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ഒരു വിഷയത്തിൽ വലിയൊരു വിമർശനം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ആരോപണം ഉയരുന്നുണ്ട്. എന്താണ് ഈ ആരോപണങ്ങൾക്ക് മന്ത്രി പത്നി നൽകുന്ന വിശദീകരണം എന്നാണ് ഇവർ മുറ്റുനോക്കുന്നത്. ഇത്തരത്തിലൊരു വഴിവിട്ട കരാർ നടന്നിരിക്കുന്നു എന്നതടക്കമുള്ള ഒരു വിമർശനം നിലവിൽ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ. എന്തായാലും ഈ ഒരു ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്ന ഈ വിവാദങ്ങൾക്ക് അവരൊരു മറുപടി നൽകും എന്ന് തന്നെയാണ് കരുതുന്നത്. വിശദീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇടയ്ക്കാണ് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉടലെടുത്തത്. അതായത് ഭർത്താവിനെ കുറിച്ച് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര മോശമായ ഒരു സാഹചര്യത്തിൽ താൻ നേരിട്ട് കണ്ടുവെന്നും അതിന്റെ ദൃശ്യങ്ങൾ തന്റെ പക്കലുണ്ടെന്നും മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ബിന്ദു മേനോൻ വെളിപ്പെടുത്തൽ നടത്തുന്നു. അതിന് പിന്നാലെ ഉണ്ടായ ചില വിവാദങ്ങൾ അതൊക്കെ ഈ ഇടയ്ക്ക് ഉണ്ടായതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.